ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ? അപ്പം നമുക്ക് നോക്കാം. ഇതാദ്യം തന്നെ നമ്മളിത് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 100 ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നുറുക്കിയിട്ട് ഇടാം. ചതച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് എന്നൊക്കെ പറയും, അതൊരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളിത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളിയായിരുന്നു, നല്ല പഴുത്ത തക്കാളിയായിരുന്നു കേട്ടോ. പഴുത്ത തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നുറുക്കുന്നതായിരിക്കും കറിയിൽ ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മളത് ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലിയ സൈസ് ചെമ്മീനാണ് കേട്ടോ, കൊഞ്ച് പോലത്തെ ചെമ്മീനാണ്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ബെസ്റ്റ് റെസിപ്പിയാണ്. അതൊന്ന് ഞാൻ ലിഡ് വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് വരുന്ന വെള്ളത്തിൽ വേണം നമ്മുടെ ചെമ്മീൻ ഒന്ന് വേവാൻ. ചെമ്മീനിന് അത്ര വേവിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, അത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ ലിഡ് ഒന്ന് തുറന്ന് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കുക. അത് കഴിഞ്ഞതാ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ. നല്ല പുട്ടിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു, ബൈ.